വൺസ് അഗെയിൻ വാം ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഇന്ത്യസ് 12 ഇൻകം ടാക്സ് ആയിരുന്നു. സോ ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ഭാഗമായിട്ടുള്ള പുതിയൊരു കോൺസെപ്റ്റാണ് ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്, ടാക്സ് ബേസ്. സോ ടാക്സ് ബേസ് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ടാക്സ് ബേസ് ഈസ് ദ എമൗണ്ട് അറ്റ് വിച്ച് ദ അസറ്റ് ഓർ ലയബിലിറ്റി ഈസ് വാല്യൂഡ് ഫോർ ടാക്സ് പർപ്പസ് ബൈ ടാക്സ് അതോറിറ്റീസ്. സോ ടാക്സ് പേർപ്പസിൻ്റെ ഭാഗമായിട്ട് ടാക്സ് അതോറിറ്റീസ് അസറ്റിൻ്റെയോ ലയബിലിറ്റിയുടെയോ എമൗണ്ട് കണക്കാക്കുന്നു. സോ ഈ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് ടാക്സ് ബേസ് എന്ന് പറയുന്നത്. സോ ടാക്സ് ബേസ് എന്താണെന്ന് വെച്ചാൽ അസറ്റിൻ്റെയോ ലയബിലിറ്റിയുടെയോ ടാക്സബിൾ വാല്യൂവിനെയാണ് ടാക്സ് ബേസ് എന്ന് പറയുന്നത്. സോ ഇത്രയും ടാക്സ് ബേസ് സിമ്പിളായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഇത്രയും കാര്യങ്ങളോ ആലോചിക്കുക. ഏതെങ്കിലും ഒരു അസറ്റിൻ്റെയോ ലയബിലിറ്റിയുടെയോ ടാക്സബിൾ വാല്യൂവിനെ നമ്മൾ ടാക്സ് ബേസ് എന്ന് പറയുന്നു. സോ ഈ ടാക്സ് ബേസ് സാധാരണയായിട്ട് ഇൻകം ടാക്സ് അല്ലെങ്കിൽ ടാക്സ് അതോറിറ്റിയാണ് കണക്കാക്കുന്നത്. സോ സിമ്പിൾ ഐറ്റമാണ്, സിമ്പിൾ കോൺസെപ്റ്റാണ്, വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഈ ഒരു കോൺസെപ്റ്റിൻ്റെ ബേസിലാണ് നമ്മൾ അടുത്തതായിട്ട് ഇല്ലുസ്ട്രേഷൻസിലേക്കും എക്സാമ്പിൾസിലേക്കും പോവുക. സോ ടാക്സ് ബേസ് നമ്മളിപ്പോൾ സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങളുണ്ട്. ടാക്സ് ബേസ് ഓഫ് അസറ്റും ഉണ്ട്, ടാക്സ് ബേസ് ഓഫ് ലയബിലിറ്റീസും ഉണ്ട്. സോ ഈ അസറ്റിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും ടാക്സ് ബേസ് എങ്ങനെയാണ് കണക്കാക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ അടുത്തതായിട്ട് പരിശോധിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ടാക്സ് ബേസ് ഓഫ് അസറ്റ്. സോ ഈ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഇല്ലുസ്ട്രേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കീ ഏരിയ എന്ന് പറയുന്നത് ടാക്സ് പേർപ്പസിന് വേണ്ടി ഏതെങ്കിലും ഒരു അസറ്റിൻ്റെയോ ലയബിലിറ്റിയുടെയോ എമൗണ്ട് കണക്കാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടാക്സ് ബേസ് എന്ന് പറയുന്നതെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിൽ ഇൻജക്റ്റ് ചെയ്ത് വെക്കുക. സോ ആ കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സാമ്പിൾ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. സോ എക്സാമ്പിൾ 1, എ മെഷീൻ കോസ്റ്റ് ഈസ് 10,000 rupees, book value of the machine is 8,000, which means cost of machinery 10,000 less accumulated depreciation 2,000. For tax purpose, depreciation of 3,000 has already been deducted in the current and prior periods, and remaining carrying amount of 7,000 will be deductible in future periods, either as depreciation or through a deduction on disposal. What is tax base of the machines? സോ ടാക്സ് ബേസ് കാണാനാണ് ചോദ്യം. ഇവിടെ 4 എമൗണ്ടാണ് തന്നത്. മെഷീൻ്റെ ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത് 10,000 രൂപയാണ്. ബുക്ക് വാല്യൂ 8,000, അതായത് 10,000 മൈനസ് 2,000 അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ, ആ ഒരു വഴിക്കാണ് 8,000 കിട്ടുന്നത്. സോ മെഷീൻ കോസ്റ്റ് 10,000, ബുക്ക് വാല്യൂ 8,000. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് 3,000 രൂപ ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള ക്യാരിയിങ് എമൗണ്ട് എന്ന് പറയുന്നത് 7,000 ആണ്. സോ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു, അതായത് ടാക്സ് പർപ്പസിന് വേണ്ടി നമ്മൾ കണക്കാക്കുന്ന എമൗണ്ട് ആണ് ടാക്സ് ബേസ് എന്നത്. സോ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഫോർ ടാക്സ് പർപ്പസ് ഡിപ്രീസിയേഷൻ ഓഫ് ₹3,000 ഹാസ് ഓൾറെഡി ബീൻ ഡിഡക്റ്റഡ് ഇൻ ദ കറന്റ് ആൻഡ് പ്രയർ പീരിയഡ് ആൻഡ് റിമൈനിങ് ക്യാരിയിങ് എമൗണ്ട് ഓഫ് 7,000. സോ ഇവിടെ ടാക്സ് ബേസ് വരുന്നത് 7,000 രൂപയാണ്. കാരണം അവിടെ ആ വേർഡിങ് നിങ്ങൾ വ്യക്തമായിട്ട് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ദ ടാക്സ് ബേസ് ഓഫ് മെഷീൻ ഈസ് ₹7,000. ദിസ് ഈസ് ദ എമൗണ്ട് ദാറ്റ് വിൽ ബി ഡിഡക്റ്റബിൾ ഇൻ ഫ്യൂച്ചർ പീരിയഡ് ഫോർ ടാക്സ് പർപ്പസ് അഗെയിൻസ്റ്റ് എനി ടാക്സബിൾ എക്കണോമിക് ബെനിഫിറ്റ്സ് ദാറ്റ് വിൽ ബി ഫ്ലോ ടു എൻറ്റിറ്റി വെൻ ഇറ്റ് റിക്കവേഴ്സ് ദ ക്യാരിയിങ് എമൗണ്ട് ഓഫ് ദ അസറ്റ്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അതായത് 7,000 രൂപയാണ് ടാക്സ് ബേസ്. ഈ ഒരു എമൗണ്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ടാക്സ് പർപ്പസിന് വേണ്ടി ചാർജ് ചെയ്യുന്നു. സോ ഇത് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കുറയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ ടാക്സ് ബേസ് എന്ന് പറയുന്നത് 7,000 രൂപയാണ്. സംശയങ്ങൾക്ക് ഒന്നും ഇടയില്ല എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ തന്നെയാണ് ടാക്സ് ബേസ് കണക്കാക്കാൻ വേണ്ടിയിട്ടുള്ള. ഇൻട്രസ്റ്റ് റിസീവബിൾ ഹാസ് എ ക്യാരിയിങ് എമൗണ്ട് ഓഫ് ₹100. ദ റിലേറ്റഡ് ഇൻട്രസ്റ്റ് റവന്യൂ വിൽ ബി ടാക്സ്ഡ് ഓൺ എ ക്യാഷ് ബേസിസ്. വാട്ട് ഈസ് ദ ടാക്സ് ബേസസ് ഓഫ് ദ ഇൻട്രസ്റ്റ് റിസീവ്ഡ്? സോ ചോദ്യം ഒന്നുകൂടി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു എമൗണ്ട് പറയുന്നത് 100 ആണ്. പിന്നെ പറയുന്നുണ്ട്
റവന്യൂ വിൽ ബി ടാക്സ്ഡ് ഓൺ എ ക്യാഷ് ബേസിസ്. സോ ഈ ഒരു പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ക്യാഷ് ബേസിസിൽ ചാർജ് ചെയ്യുന്ന ഐറ്റങ്ങൾക്ക് ടാക്സ് ബേസ് നമ്മൾ കണക്കാക്കാറില്ല, അല്ലെങ്കിൽ അതിൻ്റെ ടാക്സ് ബേസ് 0 ആയിരിക്കും. സോ ദ ടാക്സ് ബേസ് ഓഫ് ദ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഈസ് നിൽ. ദ ഇൻകം ഈസ് ചാർജബിൾ ഓൺ ക്യാഷ് ബേസിസ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. ക്യാഷ് ബേസിസിൽ ഉള്ള അല്ലെങ്കിൽ ക്യാഷ് ബേസിസ് ചാർജ് ചെയ്യുന്ന ഐറ്റത്തിൻ്റെ ടാക്സ് ബേസ് എന്ന് പറയുന്നത് നില്ലായിരിക്കും. സോ നമ്മളിപ്പോൾ 2 പ്രോബ്ലമാണ് ചെയ്തത്. സോ ആദ്യത്തെ പ്രോബ്ലത്തിൽ മെഷീനറിയുടെ പ്രോബ്ലം ആയിരുന്നു. ആ ഒരു പ്രോബ്ലത്തിൽ ക്യാരിയിങ് കോസ്റ്റ് തന്നെയായിരുന്നു ടാക്സ് ബേസ്, അതായത് 7000 രൂപയാണ് ടാക്സ് ബേസ്. സെക്കൻഡ് ചെയ്ത പ്രോബ്ലം എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് റിസീവബിൾ ആയിരുന്നു. ഇൻട്രസ്റ്റ് റിസീവബിൾ എന്ന് പറയുന്നത് ക്യാഷ് ബേസിൽ ചാർജ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ക്യാഷ് ബേസിൽ ചാർജ് ചെയ്യുന്ന ഐറ്റങ്ങൾക്ക് ടാക്സ് ബേസ് ഉണ്ടാവില്ല എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കി. സോ ഈ രണ്ട് എക്സാമ്പിളാണ് നമ്മൾ അസറ്റിൻ്റെ ടാക്സ് ബേസ് എങ്ങനെയാണ് കണക്കാക്കുക എന്ന് മനസ്സിലാക്കിയത് ഈ ഒരു എക്സാമ്പിളിലൂടെയാണ്. സോ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക. സംശയങ്ങൾക്കൊന്നും ചാൻസ് ഇല്ലാത്ത ഒരു ഏരിയ ആണ്. സോ അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് എക്സാമ്പിൾസ് ഡിറ്റർമിനിങ് ടാക്സ് ബേസ് ഓഫ് ലാബിലിറ്റി, അതായത് ലാബിലിറ്റിയുടെ ടാക്സ് ബേസ് എങ്ങനെയാണ് കണക്കാക്കുക എന്നുള്ള കാര്യം 2 എക്സാമ്പിളിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ആദ്യത്തെ എക്സാമ്പിൾ ഒന്ന് പരിശോധിക്കാം. കറന്റ് ലാബിലിറ്റീസ് ഇൻക്ലൂഡ് അക്രൂഡ് എക്സ്പെൻസ് വിത്ത് carrying amount of ₹100. The related expense has already been deductible for tax purpose on a cash basis. What is the tax base of the accrued expense? നമ്മൾ അസറ്റിൻ്റെ ടാക്സ് ബേസ് കണ്ടപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ക്യാഷ് ബേസിസിൽ ആണ് ഐറ്റം ചാർജ് ചെയ്യുന്നെങ്കിൽ അതിന് ടാക്സ് ബേസ് ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമ്മൾ അസറ്റിൻ്റെ ടാക്സ് ബേസ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്. സോ ഇതേ തമ്പ് റൂൾ തന്നെയാണ് ലാബിലിറ്റിയുടെ ടാക്സ് ബേസിനുള്ളത്. ഐറ്റം ക്യാഷ് ബേസിസിലാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ അവിടെ ടാക്സ് ബേസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ടാക്സ് ബേസ് 0 ആയിരിക്കും. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പരിശോധിച്ച് കഴിഞ്ഞാൽ വ്യക്തമാവും. റിലേറ്റഡ് എക്സ്പെൻസ് ഹാസ് ഓൾറെഡി ബീൻ ഡിഡക്റ്റഡ് ഫോർ ടാക്സ് പർപ്പസ് ഓൺ എ ക്യാഷ് ബേസിസ്. സോ ആൻസർ എന്ന് പറയുന്നത് ടാക്സ് ബേസ് ഓഫ് ദ അക്രൂഡ് എക്സ്പെൻസസ് ഈസ് നിൽ ബിക്കോസ് ദ ഐറ്റം ഈസ് ചാർജ്ഡ് ഓൺ എ ക്യാഷ് ബേസിസ് എന്നുള്ളതാണ്. സോ ഫസ്റ്റ് എക്സാമ്പിൾ വ്യക്തമായി. സെക്കൻഡ് വൺ, കറന്റ് ലാബിലിറ്റീസ് ഇൻക്ലൂഡ് അക്രൂഡ് ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ് with a carrying amount of ₹100. Fine and penalty are not deductible for tax purpose. What is the tax base of the accrued fines and penalties? അതായത് ഫൈനിൻ്റെയും പെനാൽറ്റിയുടെ എമൗണ്ട് 100 രൂപയാണ്. അത് ഇതുവരെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ടാക്സ് പർപ്പസ്, അതായത് ഈ ലാബിലിറ്റി നമ്മൾ ഡിഡക്റ്റ് ചെയ്തിട്ടില്ല. ആ എമൗണ്ട് അല്ലെങ്കിൽ ടാക്സ് ബേസ് എത്രയാണെന്നുള്ളതാണ് ചോദ്യം. സോ ഫൈൻ ആൻഡ് ലാബിലിറ്റിയുടെ ടാക്സ് ബേസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. പിന്നെ ഇത് ക്യാഷ് ബേസിസിലോ അല്ല ട്രാൻസാക്ട് ചെയ്യുന്നത്. സോ എമൗണ്ട് 100 രൂപയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. സംശയങ്ങൾക്കൊന്നും ഇടയില്ലാത്തൊരു ഏരിയയാണ്. സോ നിങ്ങൾ തേർഡ് സെം സ്റ്റുഡൻസ് ഇൻകം ടാക്സ് ഇതുവരെ പഠിച്ചിട്ടില്ല, അതായത് ഈ കോൺസെപ്റ്റ് ഇതുവരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നിങ്ങൾ ഫ്രഷേഴ്സ് എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഈ ടാക്സ് ബേസ് തന്നെയാണ്. അതായത് ഈ ടാക്സ് ബേസിൽ നമ്മൾ അസറ്റ്, ലാബിലിറ്റീസ് ഇങ്ങനെ 2 ഐറ്റങ്ങളുടെ ടാക്സ് ബേസ് ആണ് പരിശോധിച്ചത്. സോ ഈ അസറ്റും ലാബിലിറ്റീസും അല്ലാത്ത ചില ഐറ്റങ്ങൾക്കും ടാക്സ് ബേസ് ഉണ്ടാവാറുണ്ട്. അവ ഏതൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം. സം ഐറ്റംസ് ഹാവ് എ ടാക്സ് ബേസ് ബട്ട് ആർ നോട്ട് recognized as asset and liabilities in the balance sheet. Preliminary expense is an example. അതായത് ബാലൻസ് ഷീറ്റിൽ അസറ്റോ ലാബിലിറ്റിയോ അല്ലാത്ത ചില ഐറ്റങ്ങൾക്ക് കൂടി ടാക്സ് ബേസ് ഉണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. സോ ഉദാഹരണമായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്ന കാര്യം പ്രിലിമിനറി എക്സ്പെൻസ് ആണ്. സോ ചിലപ്പോൾ നിങ്ങൾക്ക് 1 മാർക്കിൻ്റെ 10 ചോദ്യം ഉണ്ടാവാം. ആ ഒരു ഏരിയയിൽ ചോദിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം കൊണ്ട് മാത്രമാണ് ഇതിവിടെ പറഞ്ഞത്. ഒന്ന് മനസ്സിൽ ഓർമ്മിക്കുക. അതായത് പ്രിലിമിനറി എക്സ്പെൻസിൻ്റെ
എക്സ്പെൻസിന് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടാക്സ് ബേസ് കണക്കാക്കുന്നുണ്ട്. പക്ഷേ ഇതെന്താണ്, അസറ്റോ ലയബിലിറ്റിയോ അല്ല. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ടാക്സ് ബേസിന്റെ കാര്യത്തിൽ പറഞ്ഞത്. ഫസ്റ്റ് ടാക്സ് ബേസ് എന്താണ്, പിന്നെ കാൽക്കുലേഷൻ ഓഫ് ടാക്സ് ബേസ് ഓഫ് അസറ്റ്, കാൽക്കുലേഷൻ ഓഫ് ടാക്സ് ബേസ് ഓഫ് ലയബിലിറ്റി, പിന്നെ ഇപ്പോൾ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ അസറ്റോ ലയബിലിറ്റിയോ അല്ലാത്ത ചില ഐറ്റങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടാക്സ് ബേസ് കണക്കാക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞത് ഇത് പ്രിലിമിനറി എക്സ്പെൻസസ് ആണ്. സോ നെക്സ്റ്റ് പറയുന്നത് ഡിഫറൻസസ് ഇൻ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആൻഡ് ടാക്സബിൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ രണ്ട് കോൺസെപ്റ്റ് ആണ്. അതായത് അക്കൗണ്ടിങ് പ്രോഫിറ്റും ടാക്സബിൾ പ്രോഫിറ്റും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രോഫിറ്റും ടാക്സബിൾ പ്രോഫിറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മൂലം ചില കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ചില വ്യത്യാസങ്ങൾ, ചില ഐറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇവ പെർമനൻറ്റ് ഡിഫറൻസ്, ടെമ്പററി ഡിഫറൻസ് എന്ന നിലയ്ക്ക് ഇവയെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. സോ നമുക്ക് ഈ എഴുതിയ കാര്യങ്ങളിലേക്ക് കൂടെ ഒന്ന് കടന്നു പോവാം. അക്കൗണ്ടിങ് പ്രോഫിറ്റ് ഫോം ദ ബേസിസ് ഫോർ കമ്പ്യൂട്ടിംഗ് ടാക്സബിൾ പ്രോഫിറ്റ് on which the tax liability for the year is calculated. However, accounting profit and taxable profit are different. There are two reasons for the differences: A, permanent differences, B, temporary differences. അതായത് നമ്മൾ ടാക്സബിൾ പ്രോഫിറ്റ് കണക്കാക്കുന്നതിൻ്റെ ബേസ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആണ്. ഈ അക്കൗണ്ടിങ് പ്രോഫിറ്റും ടാക്സബിൾ പ്രോഫിറ്റും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അവ എന്തൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം. അല്ലെങ്കിൽ ഈ ഒരു വ്യത്യാസങ്ങൾ മൂലം ഉടലെടുക്കുന്ന രണ്ട് കോൺസെപ്റ്റുകളാണ് പെർമനൻറ്റ് ഡിഫറൻസും ടെമ്പററി ഡിഫറൻസും. സോ പെർമനൻറ്റ് ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അക്കൗണ്ടിങ് പ്രോഫിറ്റും ടാക്സബിൾ പ്രോഫിറ്റും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. സോ ഈ വ്യത്യാസത്തിൻ്റെ ഭാഗമായിട്ടാണ് പെർമനൻറ്റ് ഡിഫറൻസ് ഉണ്ടാകുന്നത്. സോ നമുക്ക് ആദ്യം പെർമനൻറ്റ് ഡിഫറൻസ് എന്താണെന്നുള്ള കാര്യം മലയാളത്തിൽ ഒന്ന് പരിശോധിക്കാം. സോ പെർമനൻറ്റ് ഡിഫറൻസ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമ്മൾ അക്കൗണ്ടിങ് പ്രോഫിറ്റിൽ ആഡ് ചെയ്യുന്ന ചില ഐറ്റം, അക്കൗണ്ടിങ് പ്രോഫിറ്റിൽ കണക്കാക്കുന്ന ചില ഐറ്റം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ടാക്സ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എടുക്കുന്നില്ല, അത് ഒഴിവാക്കുന്നു. ഉദാഹരണമായിട്ട് പറയുന്നത് ഡൊണേഷൻ, പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസ്. ഈ ഡൊണേഷനും എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസും നമ്മൾ അക്കൗണ്ടിങ് പ്രോഫിറ്റ് കണക്കാക്കുമ്പോൾ കൺസിഡർ ചെയ്യുകയും ഇൻകം ടാക്സ് പ്രോഫിറ്റിലേക്ക് അല്ലെങ്കിൽ ടാക്സ് പ്രോഫിറ്റിലേക്ക് വരുമ്പോൾ ഈ ഐറ്റം നമ്മൾ ഒഴിവാക്കുകയും ചെയ്യുന്നു. സോ ഈ ഒരു ഐറ്റങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ മൂലം അവിടെ എന്ത് ചെയ്യുന്നു, ഒരു ഡിഫറൻസസ് ഉടലെടുക്കുന്നു. ഈ ഒരു ഡിഫറൻസിന് പറയുന്ന പേരാണ് പെർമനൻറ്റ് ഡിഫറൻസസ് എന്നുള്ളത്. സോ പെർമനൻറ്റ് ഡിഫറൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതായത് ചില ഐറ്റം അക്കൗണ്ടിങ് പ്രോഫിറ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ചില ഐറ്റങ്ങൾ ഒരിക്കലും നമ്മൾ ടാക്സബിൾ പ്രോഫിറ്റ് കൺസിഡർ ചെയ്യുന്നില്ല. ഉദാഹരണമായിട്ട് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസ്, ഡൊണേഷൻ എന്നിവയാണ്. സോ ഇതുകൊണ്ട് തന്നെ അവിടെ ഒരു വ്യത്യാസം ഉടലെടുക്കുന്നു. ഈ ഒരു വ്യത്യാസത്തെ നമ്മൾ പെർമനൻറ്റ് ഡിഫറൻസസ് എന്ന് പറയുന്നു. Permanent differences occurs when certain items of revenue or expenses are excluded from the computation of taxable profit. For example, entertainment expense may not be allowable for tax purpose. Another example is donation, which is allowable under section 80G. Permanent differences do not reverse subsequently, they remain permanent. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. നമ്മൾ ടാക്സ് പ്രോഫിറ്റ് കണക്കാക്കുമ്പോൾ എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസ് നമുക്ക് എന്ത് കിട്ടുന്നു, എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസ് നമ്മൾ കണക്കാക്കുന്നില്ല, അല്ലെങ്കിൽ അതിൽ ഡിഡക്ഷൻസ് കിട്ടുന്നു. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ സെക്ഷൻ 80G പ്രകാരം ഡൊണേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. സോ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ അക്കൗണ്ടിങ് പ്രോഫിറ്റ് കണക്കാക്കുമ്പോൾ ആഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്ന ചില ഐറ്റങ്ങൾ അതായത് ഡൊണേഷനും അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസും ടാക്സബിൾ പ്രോഫിറ്റ് കണക്കാക്കുമ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല. സോ ഈ ഒരു വ്യത്യാസം അവിടെയുള്ള അവരുടെ എമൗണ്ടിലും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതുമൂലം ഉടലെടുക്കുന്ന പ്രതിഭാസത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, പെർമനൻറ്റ് ഡിഫറൻസസ് എന്ന് വിശേഷിപ്പിക്കുന്നു. സോ സംശയത്തിന് ഒന്നും ഇടയില്ല. പെർമനൻറ്റ് ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ
അക്കൗണ്ടിങ് പ്രോഫിറ്റ് കൺസിഡർ ചെയ്യുന്ന ചില ഐറ്റം നമ്മൾ ടാക്സബിൾ പ്രോഫിറ്റിൽ കൂട്ടുന്നില്ല. സോ ഇതുമൂലം വ്യത്യാസം ഉടലെടുക്കുന്നു. ഈ ഒരു വ്യത്യാസം നമ്മൾ പെർമനന്റ് ഡിഫറൻസ് എന്ന് പറയുന്നു. പെർമനന്റ് ഡിഫറൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിവേഴ്സ് ചെയ്യാൻ പറ്റൂല. ഈ പെർമനന്റ് ഡിഫറൻസസിനുള്ള പ്രധാന കാരണങ്ങളായിട്ട് പറയുന്നത് 1 ഡൊണേഷനും 2 എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസുമാണ്. ഡൊണേഷൻ നമുക്ക് എന്ത് ചെയ്യുന്നു, ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം നമുക്ക് എന്ത് കിട്ടുന്നു, ഡൊണേഷൻസ് 80G പ്രകാരം നമുക്ക് ഒഴിവാക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്നു, ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്നു. സോ പെർമനന്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. അതായത് അക്കൗണ്ടിങ് പ്രോഫിറ്റും ടാക്സബിൾ പ്രോഫിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പെർമനന്റ് ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നയിക്കുന്നത്. അക്കൗണ്ടിങ് പ്രോഫിറ്റ് കാണുമ്പോൾ നമ്മൾ കണക്കാക്കുന്ന ചില ഐറ്റം ടാക്സബിൾ പ്രോഫിറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ കണക്കാക്കുന്നില്ല. സോ ഇതുമൂലം ഉരുത്തിരിഞ്ഞു വരുന്ന വ്യത്യാസത്തെ നമ്മൾ പെർമനന്റ് ഡിഫറൻസ് എന്ന് പറയുന്നു. നെക്സ്റ്റ്, ടെമ്പററി ഡിഫറൻസസ്. Carrying amount of an asset or liability as per financial statement differ from its tax base is called temporary difference. അതായത് ഒരു അസറ്റിൻ്റെയോ ലാബിലിറ്റിയുടെയോ കേരിയിങ് എമൗണ്ടും അതിൻ്റെ ടാക്സ് ബേസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ടെമ്പററി ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ടെമ്പററി ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഒരു അസറ്റിൻ്റെയോ ലാബിലിറ്റിയുടെയോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരമുള്ള കേരിയിങ് എമൗണ്ടും അതിൻ്റെ ടാക്സ് ബേസും തമ്മിലുള്ള വ്യത്യാസം ആണ് ടെമ്പററി ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ടെമ്പററി ഡിഫറൻസ് ഉണ്ടാവാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇൻകം ടാക്സ് ആക്റ്റും കമ്പനീസ് ആക്റ്റും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അതായത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാക്സ് ബേസ് കൺസിഡർ ചെയ്യുന്നത്. കമ്പനീസ് ആക്ട് പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഈ ഒരു 2 ആക്ട് തമ്മിലുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുകയാണെങ്കിൽ 2 ആക്ടിലും വ്യത്യസ്തങ്ങളായ പ്രൊവിഷൻസ് ഉണ്ട്. സോ ഈ ഒരു വ്യത്യാസങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ടെമ്പററി ഡിഫറൻസ് ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്. സോ ടെമ്പററി ഡിഫറൻസിനെ പറ്റി നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ഓർമ്മിക്കേണ്ടത്. കേരിയിങ് എമൗണ്ട് ടാക്സ് ബേസും തമ്മിലുള്ള വ്യത്യാസത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, ടെമ്പററി ഡിഫറൻസ് എന്ന് പറയുന്നു. അതായത് കേരിയിങ് എമൗണ്ട് ഓഫ് അസറ്റ് ആൻഡ് ലാബിലിറ്റിയും അതിൻ്റെ ടാക്സ് ബേസ് ഓഫ് അസറ്റ് ആൻഡ് ലാബിലിറ്റിയും തമ്മിലുള്ള വ്യത്യാസമാണ് ടെമ്പററി ഡിഫറൻസ്. ഈ ഒരു ടെമ്പററി ഡിഫറൻസ് ഉടലെടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ കമ്പനീസ് ആക്റ്റും ഇൻകം ടാക്സ് ആക്റ്റും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ കമ്പനീസ് ആക്ട് പ്രകാരമാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഇൻകം ടാക്സ് ആക്ട് പ്രകാരമാണ് ടാക്സ് ബേസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോഴുള്ള വ്യത്യാസമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ആക്ടിൽ നമ്മൾ ഡിപ്രീസിയേഷൻ ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റ് ലൈക്ക് പേറ്റൻ്റ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 20 ആണ്. പക്ഷേ ഈ ഒരു എമൗണ്ട് അല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പനീസ് ആക്ട് പ്രകാരം ചാർജ് ചെയ്യുന്നത്. സോ ടെമ്പററി ഡിഫറൻസ് ഉണ്ടാവാനുള്ള ഒരു കാരണമായിട്ട് പറയപ്പെടുന്നത് ഇൻകം ടാക്സ് ആക്റ്റും കമ്പനീസ് ആക്റ്റും തമ്മിലുള്ള വ്യത്യാസമാണ്. ടെമ്പററി ഡിഫറൻസ് എന്ന് പറയുന്നത് കേരിയിങ് എമൗണ്ട് ഓഫ് അസറ്റും ടാക്സ് ബേസും തമ്മിലുള്ള വ്യത്യാസമാണ്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർമ്മിക്കുക. സോ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് ടാക്സ് ബേസ് ആണ്. ടാക്സ് ബേസ് എന്താണെന്നുള്ള കാര്യം ഓർമ്മിക്കുക. അതായത് ടാക്സ് ബേസ് എന്ന് പറയുന്നത് ഒരു അസറ്റിൻ്റെയോ ലാബിലിറ്റിയുടെയോ ടാക്സബിൾ എമൗണ്ടിനെയാണ് ടാക്സ് ബേസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എങ്ങനെയാണ് ടാക്സ് ബേസ് കാൽക്കുലേറ്റ് ചെയ്യുക, അതായത് അസറ്റിൻ്റെ കേസിലും ലാബിലിറ്റിയുടെ കേസിലും എങ്ങനെയാണ് ടാക്സ് ബേസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്തു. സോ അവിടെ ഓർമ്മിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ക്യാഷ് ബേസിസിലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ അവിടെ ടാക്സ് ബേസ് എന്ത് ചെയ്യുന്നില്ല, ഉണ്ടാവുന്നില്ല, ടാക്സ് ബേസ് നില്ലാണ്. പിന്നെ ഡിസ്കസ് ചെയ്തതെന്ന് വെച്ചാൽ പെർമനന്റ് ഡിഫറൻസ്, ടെമ്പററി ഡിഫറൻസ്. സോ പെർമനന്റ് ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അക്കൗണ്ടിങ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കണക്കാക്കുന്ന ചില ഐറ്റം ടാക്സബിൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എടുക്കുന്നില്ല. സോ അതുമൂലം ഒരു വ്യത്യാസം ഉടലെടുക്കുന്നു. ഈ ഒരു ഡിഫറൻസിനെയാണ് പെർമനൻ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്.
സോ പെർമനൻറ്റ് ഡിഫറൻസ് ഉണ്ടാവാനുള്ള 2 ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസും ഡൊണേഷനും. അതായത് എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസും ഡൊണേഷനും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ടാക്സബിൾ പ്രോഫിറ്റിൽ കൺസിഡർ ചെയ്യുന്നില്ല. അതേസമയം അക്കൗണ്ടിങ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ 2 ഐറ്റവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് വെച്ചാൽ ടെമ്പററി ഡിഫറൻസ് ആണ്. ടെമ്പററി ഡിഫറൻസ് എന്ന് പറയുന്നത് അസറ്റിൻ്റെയോ ലാബിലിറ്റിയുടെയോ ക്യാരിയിങ് എമൗണ്ടും ടാക്സ് ബേസും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ടെമ്പററി ഡിഫറൻസ് എന്ന് പറയുന്നത്. ഈ ടെമ്പററി ഡിഫറൻസ് ഉണ്ടാവാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ കമ്പനീസ് ആക്റ്റും ഇൻകം ടാക്സ് ആക്റ്റും തമ്മിലുള്ള ചെറിയ ചില വ്യത്യാസങ്ങളാണ്. സോ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ് സൂചിപ്പിച്ചതുപോലെ ഇൻകം ടാക്സ് എന്ന കോൺസെപ്റ്റ് നിങ്ങളിപ്പം പുതുതായിട്ട് പഠിക്കുന്ന ആളുകളാണ്, അതായത് തേർഡ് സെം സ്റ്റുഡൻറ്റ് പുതുതായിട്ട് പഠിക്കുന്ന ആളുകളാണ്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് വഴി ഡിസ്കസ് ചെയ്യാം. സോ കൃത്യമായിട്ട് സ്റ്റാൻഡേർഡ് മനസ്സിലാക്കുക, അതിൽ ടാക്സ് ബേസ് എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കുക. താങ്ക് യു.